ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ബെനാർക്കി നോർത്തിലേക്ക് ക്യാമ്പിങ്ങിന് പോകുന്ന വീഡിയോന്റെ മൂന്നാമത്തെ പാർട്ട്, അതായത് ലാസ്റ്റ് പാർട്ടാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കാനില്ല. നമ്മളുടെ ക്യാമ്പിംഗ് സ്പോട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നതിന്റെ കാഴ്ചകളും പിന്നെ തിരികെ പോകുന്ന വഴിക്ക് നമ്മൾ 2-3 സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടായി, അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു Airbnb കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് Airbnbയുടെ ഓണറിന്റെ വീടിന്റെ പരിസരമൊക്കെയാണ് കേട്ടോ. നമ്മുടെ നാട്ടില് പൊതുവെ കാണാത്ത ഒരു കാഴ്ചയാണ് ഈ പറയുന്ന വീടിന് ചുറ്റുമുള്ള പുല്ല് വെട്ടുക എന്നുള്ളത്. ഒരുമാതിരി നന്നായിട്ട് വളർന്നു വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നതല്ലാണ്ട് അതൊരു റുട്ടീന്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന പരിപാടി നമ്മൾ കാണാറേ ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഓസ്ട്രേലിയയിൽ പൊതുവെ പുല്ല് ചെറുതായിട്ട് മുളച്ചു വരുമ്പോൾ തന്നെ ഇവരത് ട്രിം ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീടുകളിൽ തന്നെ ഇതുപോലത്തെ കട്ടിംഗ് മെഷീൻ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ പുറമേ നിന്ന് ആളിനെ വരുത്തിയിട്ട് അവർ കട്ട് ചെയ്യുന്നതും കാണാം. ഇവിടെയും നമ്മൾ വരുന്നതിന് തൊട്ട് മുൻപാണ് പുല്ല് വെട്ടിയിട്ടുള്ളത്. കാരണം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പുല്ല് കട്ട് ചെയ്തതിന്റെ നമുക്ക് അടയാളം തിരിച്ചറിയാനുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ പാമ്പുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പാമ്പിനെയും കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന വീടും വീടിന്റെ പരിസരവും ഒക്കെ. നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നമ്മളുടെ കുട്ടന്മാർ സെബാനും തുമ്പിയും കൂടിയിട്ട് നമ്മളുടെ ക്യാമ്പറൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ പണികളൊന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ റെഡിയാവാ പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഓരോരുത്തരായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അച്ഛനും മോളും കൂടെ അവിടെ നിന്ന് പല്ല് വെക്കുന്നുണ്ട്. ഫ്രഷ് എയറിൽ നിന്ന് പല്ല് വെക്കുന്നത് അതൊരു മനസ്സുഖം തന്നെയാണ്. നാട്ടിലിതൊന്നും വലിയ പുത്തിരിയല്ല, പക്ഷെ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ പുറമേ നിൽക്കുന്നവർക്ക് ഇത് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള പരിപാടിയാണ്. ഫ്രഷ് എയറിൽ നിന്ന് പല്ല് വെക്കുക, വാ കഴുകുക, മുഖം കഴുകുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ കോഴിക്കുട്ടന്മാരും താറാക്കുട്ടന്മാരൊക്കെ എല്ലാം പാടി അതിക്കടെയൊക്കെ നടക്കുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടാണോ നടക്കുന്നത്. പിന്നെ ഈ വീട്ടില് കോഴി, താറാവ്, പശു, ആട്, പട്ടികള്, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പാത്തക്കോഴി ഇല്ലേ, അതുപോലത്തെ കോഴികള്, അങ്ങനെ കുറെ അനിമൽസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവറ്റകൾക്കൊക്കെ കൊടുക്കാനുള്ള ഫുഡ് നമ്മളുടെ കിച്ചണിൽ ഇവര് കീപ്പ് ചെയ്തിട്ടുണ്ട്. തൽപരകക്ഷിയാണെങ്കിൽ നമുക്ക് അതെടുത്ത് ഇവർക്ക് ഫീഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരുന്ന ഗസ്റ്റിനെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഇതാ കുഞ്ഞും സെബാനും കൂടിയിട്ട് നമ്മളുടെ താറാകൾക്കും കോഴികൾക്കും ഭക്ഷണം കൊടുക്കാണ്. കുഞ്ഞിക്ക് നല്ല പേടിയുണ്ട്. സെബാന്റെ ഒറ്റ ധൈര്യത്തിലാണ് അവൾ അവിടെ നിൽക്കുന്നത്. പിന്നെ നല്ല രസമാണ് കേട്ടോ ഇവറ്റകൾക്കൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട്. പിന്നെ ഇവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. ഇവർ നമ്മളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് വരല്ലാണ്ട് ഇവർ ഓടില്ല. കാരണം ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റും ഇവർക്ക് ഫുഡ് കൊടുക്കും ഇതുപോലെ തന്നെ. അപ്പം ഇവർ വിചാരിക്കുന്നത് ഇവരുടെ അടുത്ത് വരുന്ന എല്ലാവരും ഇവർക്ക് ഫുഡ് എടുക്കാൻ വരണമെന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാവരും നമ്മളുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് കുഞ്ഞിക്ക് നല്ല പേടിയാണ്. ഇവർ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ കടിക്കാൻ വരണതാണോ കൊത്താൻ വരണതാണോ ഒന്നും അവർക്ക് അറിയില്ലല്ലോ. അതാണ് മെയിൻ ആയിട്ടുള്ള പേടിക്ക് കാരണം. അപ്പം ആശാട്ടി ഒരു വിധത്തിൽ ഭക്ഷണമൊക്കെ കൊടുത്തു, അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവർക്ക് ഇതൊക്കെ കാണുന്നതും ഇതിങ്ങനെ കൊടുക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വെച്ചിട്ടുള്ള അടുത്തൊരു ഐറ്റാണ് ദാ ഈ ഓടി വരുന്ന ആട്ടിൻകുട്ടൻ. നിങ്ങൾ കേട്ടായിരുന്നോ മണിയുടെ ശബ്ദം? ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ പോലും കേൾക്കേണ്ടവർ ഇത് കേട്ടിട്ടുണ്ട്. ദാ ഓടി വന്നുണ്ട്. കിച്ചണിൽ വെച്ചിട്ടുള്ള മണി അടിച്ചു കഴിഞ്ഞാൽ എത്ര മൈലുകൾക്കപ്പുറയാണെങ്കിലും ദാ ഈ ആട്ടിൻകുട്ടന്മാർ നമ്മളുടെ അടുത്ത് ഹാജരായിട്ടുണ്ടാവും. ഓടി വരുന്ന വരവ് ഒരൊറ്റ വരവാണെങ്കിൽ ഇവർ വന്ന് നിന്നുണ്ടാവുക നമ്മളുടെ മേത്തൊഴിച്ചിട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരെ തടയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു റെപ്പലന്റ് സ്പ്രേ വെച്ചിട്ടുണ്ട്. അത് വെച്ച് അടിച്ചാൽ മാത്രമാണ് ഇവരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ശക്തിൻ്റെ വറ്റക്ക്. പിന്നെ ഇവർക്കുള്ള ഫുഡും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫുഡ് കൊടുക്കാൻ പേടിയായതുകൊണ്ട് കൊടുക്കേണ്ടവർ അത് കൊടുത്തു. അതിൻ്റെ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നപ്പോൾ ദാ ഇവിടെ ടെൻറ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെൻറ്റ് അഴിക്കുകയാണ്. ടെൻ്റ് അഴിച്ച് സെറ്റാക്കാണ്. അപ്പോൾ ടെൻ്റൊക്കെ മടക്കി വെച്ച് സെറ്റാക്കി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ക്യാമ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബെനാർക്കി നോർത്ത് എന്ന് പറയുന്ന ഏരിയ നിങ്ങളുടെ ലിസ്റ്റിൽ കൊണ്ടുവരാവുന്നതാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അത്രയും ഇഷ്ടപ്പെട്ടു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്നതാണ്. ദാ ഇവിടെ പശുവുണ്ട്, ആടുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഇപ്പോഴും തീർച്ചയായിട്ടും നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ക്യൂൻസ്ലാൻഡ് ആയതുകൊണ്ട് ഒരുപാട് അത്രയും അങ്ങേയറ്റത്ത് തണുപ്പൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി പോകാനുള്ളതിൻ്റെ ഫൈനൽ തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പർ ട്രെയിലർ സെറ്റ് ചെയ്യാണ്. ഈ ക്യാമ്പർ ട്രെയിലർ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമുള്ള പണിയാണെങ്കിലും ഇതൊന്ന് ഒരു ക്യാമ്പറിൻ്റെ രൂപത്തിലാക്കുക, അതൊരു ട്രെയിലറിൻ്റെ രൂപത്തിലാക്കുക എന്നൊക്കെ പറയുന്നത് നല്ല പണിപ്പാടുള്ള പണി തന്നെയാണ്. ഇതിങ്ങനെ മേച്ചുകൊണ്ട് നടക്കുന്നതും ഇതിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ നല്ല പണിയാണ്. ഇത് നമ്മൾ നമ്മുടെ കാറിൻ്റെ ബാക്കിൽ ഒരു ഹുക്ക് പോലെ ഉണ്ട്. ആ ഹുക്കിലേക്ക് ഘടിപ്പിച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് അത്രയും ഫിക്സ് ആയിട്ട് നിൽക്കണമെങ്കിൽ അത്രയും മുറുക്കി അത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ പിടിപ്പിക്കുന്നതും അത് നല്ല തിരിച്ച് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇരുത്തണം അതിനെ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നല്ല പണിയുള്ള പണി തന്നെയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോവാണ്. ഹായ് ഗൈസ്.
Let's like, subscribe, and comment. Thank you. Bye. അപ്പം അങ്ങനെ നമ്മളുടെ ബെനാർക്കിൻ നോർത്ത് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലതായിട്ട് എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു അത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് നമ്മൾ ഒരു നല്ലൊരു ഏരിയ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എല്ലാവർക്കും ഓരോ കോഫി കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രെഡും നെട്ടെല്ലാം കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോഫി കുടിക്കാനുള്ള ഒരു ക്രേവിങ്സ് വരില്ലേ ചിലപ്പോൾ ഇങ്ങനെ കുറേ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ക്രേവിങ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളെല്ലാവരും കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് അടുത്ത് അവിടെ ഒരു പാർക്ക് പോലെയുണ്ട്, അവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇതാ നമ്മളുടെ നാട്ടിൽ തെങ്ങിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കൊമ്പൻ ചെല്ലീനെ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇരിക്കാനുള്ള ബെഞ്ചിന്റെ അവിടെ വന്നപ്പോഴേക്കും കുഞ്ഞി അപ്പുറമുള്ള പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് തുടങ്ങി. എന്നാ പിന്നെ കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് ടയേർഡ് ആയതല്ലേ, എന്നാൽ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തുമ്പിയും കുഞ്ഞിയും കൂടി പാർക്കിലേക്ക് പോയിട്ടോ. കുഞ്ഞാ ഇവിടെ നോക്കിയേ, ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ റോസും കൂടെ പോയിട്ട് നല്ല തകർത്ത് ഊഞ്ഞാലൊക്കെ ആടുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അവർ 3 പേരും കൂടെ കൂടിയിട്ട് പാർക്കിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് വന്നു. പിന്നെയും നമ്മൾ തിരിച്ചു. അവിടുന്ന് തിരിച്ചുള്ള യാത്രാ വഴികളും ഒക്കെ അതിമനോഹരമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ സൈഡിലുള്ള പുല്ലിലൊക്കെ നിറയെ പശുവിനെയൊക്കെ മേയാൻ വിട്ടിട്ട് നല്ല രസമായിരുന്നു. ക്ഷീണം കൊണ്ട് കുഞ്ഞു ഉറക്കായിട്ടോ. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡാമിലേക്കാണ്. ഇപ്പൊ നമ്മളുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഡാമിന്റെ മുകളിൽ കൂടിയാണ് കേട്ടോ. വിവൻഹോ ഡാം എന്നാണ് ഈ ഡാമിന്റെ പേര്. ബ്രിസ്ബെയിൻ സിറ്റിയിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ ഈ ഡാമിലേക്ക്. ഈ ഡാം കാണാനും അത്രയും ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് അധികം കാണാനൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആ ഒരു ലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോകണ്ട, നമുക്ക് നമ്മളുടെ സ്പിൽവേസ് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോവാണ്. ശരിക്കും ഡാമിന്റെ സ്പിൽവേസ് കാണുന്നതാണല്ലോ അതിന്റെ ഒരു ഭംഗി. ഇതാണ് ഡാം എന്ന് പറയുന്നത്. നല്ല രസമാണ് ഡാം കാണാൻ വേണ്ടിയിട്ട്. ഈ ഡാമിൽ ചെറിയ രീതിയിലുള്ള ഇലക്ട്രിസിറ്റിയാണ് കേട്ടോ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഞാനിത് ChatGPTയുടെ സഹായത്തോടെ പറയുന്നതാണ്, എനിക്ക് കാര്യമായിട്ടുള്ള വിവരമില്ല ഇതിനെക്കുറിച്ചിട്ട്. മെയിൻ ആയിട്ടുള്ള ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈ തന്നെയാണ്. ഇപ്പൊ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിങ്ങും ഫിഷിംഗ് സൈക്ലിങ്ങും പിക്നിക്കിങ്ങും ഒക്കെ ആയിട്ട്. ഫിഷിംഗ് എല്ലാവർക്കും ഒന്നും പറ്റില്ല കേട്ടോ. പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിഷിംഗ് പറ്റുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡാമിൽ നിന്ന് ഫിഷിംഗ് ചെയ്യുമ്പോൾ നമുക്ക് പെർമിറ്റ് ആവശ്യമാണ്. അപ്പൊ പണ്ട് ഗൂഗിൾ അമ്മച്ചിയാണെങ്കിൽ ഇപ്പൊ ChatGPT ആണ് കേട്ടോ നമ്മളുടെ ഹെൽപ്പർ. അപ്പൊ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈ ഡാമിനെ കുറിച്ചും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് ഡാമിനെ കുറിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ വിവൻഹോ ഡാം എന്ന് പറഞ്ഞിട്ട് ChatGPTയിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കാര്യമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും കേട്ടോ. അപ്പൊ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നേരം കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. നല്ല രസം, നല്ല കാറ്റാണ് അവിടെ നിൽക്കാനായിട്ട്. സ്പിൽവേ ഓപ്പൺ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും കാണാൻ. ഇതിപ്പോ അതില്ലാത്തത് കൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ നോക്കി നിന്നു. എന്നാലും മോശമൊന്നുമില്ല. നമ്മളിങ്ങനെ കാണാത്തതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമല്ലേ, അതുകൊണ്ട് നല്ല രസമായിട്ട് തന്നെ തോന്നി. ഇനി നമുക്ക് വേറെ സ്റ്റോപ്പുകളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് വച്ചു പിടിക്കാം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ എവിടെ നിന്നാണെന്ന് അറിയില്ല, ചെറിയ വിശപ്പിന്റെ വിളിയൊക്കെ വന്നു തുടങ്ങി. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ എക്കക്കൂടി നടക്കുന്ന ഒരു സ്ഥലമാണ് കോസ്കോ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ കോസ്കോയിലേക്ക് ചെല്ലുന്നു. എല്ലാവരും കൂടി അവനവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നു, ബില്ല് പേ ചെയ്യുന്നു, നേരെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ കോസ്കോയിൽ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് പിസ്സ, ഹോട്ട് ഡോഗ്, വിങ്സ്, ഫ്രൈസ്, പിന്നെ ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്നത്. ഡ്രിങ്ക്സ് പല വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് റീഫിൽ ചെയ്തെടുക്കാം. ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണേലും റീഫിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പിസ്സ പീസസ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു, പേ ചെയ്തു, ഫുഡ് കഴിച്ചു, സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.